അതെ, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന് മൊഴിഞ്ഞ ഒന്നാമത്തെ മൊഴിയെ മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം. ബോബി ജോസ് ചട്ടിക്കാടച്ചൻ തന്റെ എഴുത്തുകൾ അവതരിപ്പിക്കുന്ന ഒരു 2 പദങ്ങളുണ്ട്. മുറിവുകളെ തിരുമുറിവുകളാക്കുക. മുറിവുകളെ തിരുമുറിവുകൾ ആക്കുക. മുറിവുകൾ എന്ന് പറയുന്നത് എപ്പോഴും വേദന നൽകുന്നതാണ്. മുറിവുകൾ എപ്പോഴും നമുക്ക് പ്രത്യാശ നൽകാത്തതാണ്, എപ്പോഴും ദുഃഖം നൽകുന്ന ഒന്നാണ്. പക്ഷേ ഈ മുറിവുകളെ തിരുമുറിവുകളാക്കുവാനായി കർത്താവായ യേശു ക്രിസ്തു ആ മുറിവിൽ പുരട്ടിയ ഒരു ലേപനമായിരുന്നു ക്ഷമ. ആ ഒരു ലേപനത്തിലൂടെ തന്റെ മുറിവുകളെ തിരുമുറിവാക്കി മാറ്റുവാനായിട്ട് യേശുവിന് സാധിച്ചു. ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ മുറിവുകൾ നമുക്കുണ്ടായിട്ടുണ്ടായിരിക്കാം. കൊച്ചുനാളുകളിൽ നമുക്ക് ചില മുറിവുകൾ നമുക്കിപ്പോഴും മറക്കുവാനായിട്ട് സാധിക്കാത്ത മുറിവുകൾ സംഭവിച്ചിരിക്കാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ആയിരിക്കുന്ന തലങ്ങളിലൊക്കെ നമുക്ക് ചില മുറിവുകൾ ഉണ്ടായിരിക്കാം. നമ്മൾ ആ മുറിവിനെ കുറിച്ച് ഓർമ്മിച്ച് ആ മുറിപ്പെടുത്തിയവരോട് ഞാൻ പ്രതികാരം ചെയ്യും എന്ന ചിന്തയിൽ ആയിരിക്കുന്നുവെങ്കിൽ ആ മുറിവുകൾ വലിയൊരു ദൃഢമായി മാറ്റപ്പെടുക തന്നെ ചെയ്യും. നേരെ മറിച്ച് അവിടെ ഒരു ക്ഷമയുടെ ലേപനം നമുക്ക് പൂശുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ ആ മുറിവുകളെ നമുക്ക് തിരുമുറിവാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. വേദനയിൽ പ്രതീക്ഷയും പ്രത്യാശയും കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. യേശു കർത്താവിന് ഉണ്ടായിരുന്ന 5 മുറിവുകൾ, ആ മുറിവുകൾ തിരുമുറിവുകളായി മാറ്റപ്പെടുകയാണ്. എങ്ങനെ? യേശുവിന് ആ മുറിവുകളുടെ മധ്യത്തിലും അതിനെ തിരുമുറിവുകളാക്കി മാറ്റുവാനായിട്ട് സാധിക്കുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചു. നമ്മുടെ ജീവിതത്തിലെ മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റുന്ന ദിനങ്ങളാകട്ടെ ഈ നോമ്പിന്റെ ദിനങ്ങൾ. അതിനായിട്ട് കൃഷ്ണനാഥന്റെ ഈ മൊഴി നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആമേൻ.